നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ റീടെൻഷൻ റിലീസ് ലിസ്റ്റുകൾ അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണല്ലോ ക്രിക്കറ്റ് പ്രേമികൾ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നവംബർ 15 ഡെഡ് ലൈൻ ഡേ. അതിലിപ്പോൾ MSDയുടെ കാര്യം, MSD എന്തായാലും CSK റിലീസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ആദ്യം CSKയിൽ തന്നെ ഈ സീസണും കളിക്കും. അത് CSKയുടെ CEO കാശി വിശ്വനാഥൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. MSD ഇപ്പോൾ ആക്റ്റീവായിട്ട് ക്രിക്കറ്റ് കളിക്കാത്ത ആളാണല്ലോ. IPL പോലുള്ളൊരു ടൂർണമെൻറ്റിന് ഒരുങ്ങുമ്പോൾ വലിയ രൂപത്തിലുള്ളൊരു അത്യാധ്വാനം അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 മാസമായിട്ട് അദ്ദേഹത്തിനൊരു റൊട്ടീനുണ്ട്. അതൊന്ന് കേട്ട് നോക്കുക. ഈ IPLനായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. MSD ഈസ് ഗിയറിംഗ് അപ്പ് ഫോർ IPL 2026. ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ റുട്ടീൻ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിലവിൽ അദ്ദേഹം കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് 5 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻ ദി പാസ്റ്റ് ഫ്യൂ വീക്സ് കാര്യങ്ങളൊന്നുകൂടി കൃത്യമാകുന്നുണ്ട്. അദ്ദേഹം എന്തായാലും കളിക്കും എന്നുള്ളത്. അതിലാണ് നമ്മൾ ഈ പറയുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് അദ്ദേഹം എക്സ്ട്രാ എഫേർട്ട് എടുത്ത് മാച്ച് ഫിറ്റ്നസ്സൊക്കെ നിലനിർത്തി നല്ല ഷേപ്പിൽ കളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള JSCA ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ 44കാരനായിട്ടുള്ള താരം നിയർലി 5 hours ഡെയിലി ആ സ്റ്റേഡിയത്തിൽ ചിലവഴിക്കുന്നുണ്ട്. ജിമ്മിലും നെറ്റ്സിലും സ്വിമ്മിങ്ങും ഒക്കെ ആയിട്ട്. വിശദമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തു വിടുന്നു. നോക്കാം നമുക്ക് എന്താണ് ലഭ്യമായിട്ടുള്ള വിവരം എന്നുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ള കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്. MSDയുടെ റുട്ടീൻ കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഫിക്സ്ഡാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ഒരു 1:30 1:30 PM സ്റ്റേഡിയത്തിലേക്ക് എത്തും. എന്നിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ജിമ്മിൽ ചിലവഴിക്കും. then അദ്ദേഹം പാഡൊക്കെ ചെയ്ത് നെറ്റ്സിൽ പോയിട്ട് ഒരു 2 മണിക്കൂർ സമയം പവർ ഹിറ്റിംഗ് ട്രെയിനിങ് നടത്തും. അത് കഴിഞ്ഞ് ഇപ്പോൾ സെൻട്രൽ വിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ, അതായത് മത്സരങ്ങളൊന്നും നടക്കുന്നില്ല, സെൻട്രൽ വിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹം മാച്ച് സിമുലേഷൻസ് നടത്തും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സ്വിമ്മിങ് സെഷനിലേക്ക് പോകും. ഒരു ഹാഫ് ആൻ അവർ സമയം അദ്ദേഹം സ്വിമ്മിങ് നടത്തും. അതിനുശേഷം ഏതാണ്ട് ഒരു 6 മണിക്ക് ശേഷമാണ് അദ്ദേഹം സ്റ്റേഡിയം കോംപ്ലക്സ് വിട്ട് പുറത്തു പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ റൂട്ടീൻ. ഏതാണ്ട് ഒരു 1.5 മണിക്ക് വരും. എന്നിട്ടൊരു 6 മണി വരെ എങ്കിലും അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 മാസക്കാലമായിട്ട്. അതായത് ഹി ജസ്റ്റ് ഡൂയിങ് ദി മഹി തിങ്സ് അറ്റ് ദാറ്റ് ഹി ഹാസ് ഡൺ ഓൾ ഹിസ് ലൈഫ്. ദാറ്റ് ഈസ് വർക്കിംഗ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സീസണിലും അദ്ദേഹം തീർച്ചയായിട്ടും കളിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഓരോ സീസൺ കഴിയുമ്പോഴും അദ്ദേഹം വിരമിക്കും എന്നുള്ള വാർത്തകൾ വരാറുണ്ട്. പക്ഷേ പതിവ് പോലെ അദ്ദേഹം അത് വിരമിക്കുമോ ഇല്ലയോ എന്നൊന്നും അദ്ദേഹം കൺഫേം ചെയ്യാറില്ല. ആ സമയത്തെ തൻ്റെ അവസ്ഥ എന്താണ് അതനുസരിച്ചായിരിക്കും തീരുമാനിക്കുക എന്നാണ് ഓരോ IPL കഴിയുമ്പോഴും പറയുക. അപ്പോൾ ഇത്തവണയും അദ്ദേഹം IPL കളിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റൊട്ടീൻ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ 5 hours ട്രെയിനിങ്, അതിൽ ജിമ്മുണ്ട്, പവർ ഹിറ്റിംഗ് ഉണ്ട്, മാച്ച് സിമുലേഷൻ ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. യെസ് MSD ഈസ് ഗിയറിംഗ് അപ്പ് ഫോർ IPL 2026. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.